ഇനി നമുക്ക് വയനാട് മണ്ഡലത്തിലേക്ക് വരാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റും UDF കൺവീനറുമായ MM ഹസൻ വ്യക്തമാക്കി. ഈ തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ സാഹചര്യം പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പതാകകൾ ഉപയോഗിക്കാമെന്നും ഹസൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്നാണ് MM ഹസൻ മറുപടി നൽകിയത്. കൂടുതൽ വിവരങ്ങൾ CB അനുമോദ് നൽകും. അനുമോദ്, ഈ പതാക ഒരു വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുമോദും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു. പതാകകൾ അവിടെ ലീഗിൻ്റെ കണ്ടത് ഉത്തരേന്ത്യയിൽ വലിയ തർക്ക വിഷയമായി. അത് രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ ഒരു തിരിച്ചടി ലഭിക്കുന്നതിന് വരെ വഴിവെച്ചു എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തവണ ആ പതാകകളൊക്കെ മാറ്റി, ലീഗിൻ്റെതൊപ്പം കോൺഗ്രസിൻ്റെയും മാറ്റി, വളരെ ഒരു ജാഗ്രതയോടുകൂടിയാണോ കോൺഗ്രസിൻ്റെ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? മനു, കഴിഞ്ഞ തവണ ലീഗിന്റെ പതാകകൾ ഉപയോഗിച്ചുള്ള റോഡ് ഷോകളും റാലികളും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല തിരിച്ചടി ഉണ്ടാക്കിയത്, അത് കോൺഗ്രസിന് ഒന്നാകെ ഉത്തരേന്ത്യയിൽ തിരിച്ചടി ഉണ്ടാക്കി. കാരണം BJP ആ വിഷയം, പാകിസ്ഥാന്റെ പതാക രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം ആണ് ഉത്തരേന്ത്യയിൽ വ്യാപകമായി നടത്തിയത്. അത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിന് ദോഷം ചെയ്യുകയും ചെയ്തു. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ്, മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഒരു ജാഗ്രതയോടെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി വന്ന ദിവസം 3-ാം തീയതി അദ്ദേഹം വന്നപ്പോൾ നടത്തിയ റോഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ മുഖം മാത്രമുള്ള ഫോട്ടോ ഉപയോഗിച്ചുള്ള പ്ലക്കാർഡുകൾ മാത്രമാണ് ഉപയോഗിച്ചത്, മറ്റൊന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേ അന്ന് ഈ കേരളത്തിൽ ഇതിനെതിരെ വലിയ വിമർശനമുണ്ടായി. ഇടതുപക്ഷവും BJPയും ഒക്കെ വിമർശനം ഉയർത്തിയെങ്കിലും ദേശീയ തലത്തിൽ മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എടുത്ത ഈ തീരുമാനം കോൺഗ്രസിന് ദോഷം ചെയ്തില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. കാരണം അന്നത്തെ റോഡ് ഷോയിൽ എവിടെയെങ്കിലും ഒരു ലീഗ് പതാകയോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ BJP അത് ദേശീയ തലത്തിൽ വലിയ പ്രചരണ വിഷയമാക്കിയേനെ എന്ന് കോൺഗ്രസിന് മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാം. അപ്പോൾ ദേശീയ തലത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. കേരളത്തിൽ വിമർശനങ്ങൾ BJPയും ഇടതുപക്ഷവും ഒക്കെ ഉന്നയിച്ചെങ്കിലും അതൊക്കെ ഒരു 2-3-4 ദിവസം കൊണ്ട് അങ്ങ് കെട്ടടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോഴും അത് കത്തി നിൽക്കുന്ന ഒരു വിഷയമല്ല എന്നത് തന്നെ അന്ന് കോൺഗ്രസ് എടുത്ത തീരുമാനം അവർക്ക് ഗുണം ചെയ്തു എന്നതിന്റെ തെളിവാണ്. മാത്രമല്ല അനുമോദ്, ഇതിൽ പക്ഷേ പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഒരുപക്ഷെ ഈ ഉത്തരേന്ത്യക്കാർക്ക് നമ്മുടെ മുസ്ലിം ലീഗിനെ പറ്റി വലിയ ധാരണയില്ല. അവർക്കറിയുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗാണ് ഇന്ത്യ വിഭജനത്തിന് കാരണമാക്കി പാകിസ്ഥാനിലേക്ക് ഒരു ജനങ്ങളെ മുഴുവൻ കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള നടപടികൾ നടത്തിയ ജിന്നയുടെ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് അറിയുന്നത്. പക്ഷേ ഈ ചിഹ്നം വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ വിവാദമാകും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കോണി അല്ലെങ്കിൽ ഏണി എന്നുപയോഗിക്കുന്ന ആ ചിഹ്നം അത് വലിയ തർക്കത്തിന് വഴിവെക്കില്ല എന്ന് വിചാരിക്കാം, അല്ലേ? തീർച്ചയായും മനു, കോണി ലാഡർ അതൊരു ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഉന്നതങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് കയറി പോകുന്നതിന്റെ ഒരു അടയാളം, അവരുടെ വളർച്ചയ്ക്കുള്ള അടയാളം. അത്തരത്തിലൊരു മെസ്സേജാണ് ഈ കോണി ചിഹ്നത്തിന്റെ പിന്നിൽ തന്നെ ഉള്ളത്. ഉത്തരേന്ത്യയിൽ ഒരു പക്ഷേ ഈ കോണി ചിഹ്നമൊന്നും ഒരു വ്യക്തമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് കൃത്യമായ ധാരണയുള്ള ഒന്നാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചിഹ്നം ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. കൈപ്പത്തിക്കൊപ്പം കോണിയും അതേപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളുടെ ചിഹ്നങ്ങളൊക്കെ നിരക്കുമ്പോൾ അതൊരു സാധാരണ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് കരുതുന്നു. പക്ഷേ ഈ ചന്ദ്രക്കലയുള്ള ചന്ദ്രാങ്കിത ചന്ദ്രക്കലയുള്ള പച്ച നിറത്തിലുള്ള പതാക വീശുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ BJP ദുരുപയോഗം ചെയ്യും എന്ന മുൻവിധി അല്ലെങ്കിൽ അത്തരം ഒരു മുന്നനുഭവം കോൺഗ്രസിന് ഉള്ളത് കൊണ്ടാണ് അവർ ഈ ജാഗ്രത പുലർത്തുന്നത്. ചിഹ്നത്തെക്കാൾ കൂടുതൽ പതാകയാണ് ഇവിടെ കഴിഞ്ഞ തവണ വിവാദമായത്. നമുക്ക് തന്നെ ഇത്തവണ പച്ച പതാകയ്ക്ക് പകരം പച്ച ബലൂണുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമായിരിക്കാം ലീഗ് പ്രവർത്തകർ. കോൺഗ്രസുകാർക്ക് പിന്നെ 3 ത്രിവർണ്ണ ബലൂണുകളും ഉപയോഗിക്കാം, അല്ലേ? തീർച്ചയായും ത്രിവർണ്ണ ബലൂണുകളിൽ ഈ പച്ച കൂടി ഉൾപ്പെടുത്തുമ്പോഴും അതൊരു പ്രശ്നമാകുന്ന കാര്യമല്ലല്ലോ. അത് പച്ചയും ഈ ത്രിവർണ്ണത്തിന്റെ കൂടെ ഉള്ളതാണെന്ന് വേണമെങ്കിൽ ഒരു വിവാദം വന്നാലും അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രശ്നമാവുന്ന കാര്യമില്ല. എന്താണെങ്കിലും ഈ കോൺഗ്രസിന്റെ നിലപാട് ദേശീയ തലത്തിൽ അവർക്ക് ഏറെ ഗുണകരമാകും. സംസ്ഥാന തലത്തിൽ വീണ്ടും ഇത് ഒരുപക്ഷെ ഇടതുപക്ഷവും BJPയും ഒക്കെ ഇക്കാര്യം വീണ്ടും വിമർശന വിധേയമായിട്ട് സംസാരിക്കും. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ
ഇതിനെ ചൊല്ലി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ BJP ആണെങ്കിലും ഇതൊരു വിമർശന പരിഹാസത്തിന് വിഷയമാക്കിയേക്കാം. പക്ഷെ അതൊന്നും അതിലൊന്നും ഈ UDF-നെ സംബന്ധിച്ച് ഒരു തളർച്ചയോ ഒരു കുഴപ്പമോ ഉണ്ടാകുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു 3-4 ദിവസം ഇതൊരു ട്രോളായിട്ടൊക്കെ പോകുന്നതിനപ്പുറം ഇതിന്റെ ഒരു ആയുസ് കോൺഗ്രസ് കാണുന്നില്ല. അത് ഒരു ദോഷമാവുന്നതുമല്ല. ഏതായാലും ഇത് കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇത്തവണ കേരളത്തിലെ ആളുകൾക്ക് ഇത് ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ ഇത് മാറ്റിപ്പിടിക്കുന്നത് എന്ന് സ്വാഭാവികമായി അറിയാമായിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെയും വിമർശനം പറയുന്നത് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധമില്ലാത്ത, കോൺഗ്രസിന്റെ UDF-ന്റെ രാഷ്ട്രീയവുമായിട്ട് സഹകരിക്കാത്ത അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് ഇതൊരു വിമർശന വിധേയമാക്കിയും ഒക്കെ എടുക്കുന്നത്. അതിനപ്പുറത്തുള്ള സാധാരണക്കാർക്ക് ഇതൊരു അറിയുന്ന കാര്യമാണ്. കാരണം അത് പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ ഇതില് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി മറ്റന്നാൾ വരുമ്പോൾ അദ്ദേഹം 2 ദിവസമാണ് വയനാട്ടിൽ ചെലവഴിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും അദ്ദേഹം 1-2 റോഡ് ഷോകൾ പങ്കെടുക്കുന്നുണ്ട്, ചെറിയ സമ്മേളനങ്ങളുണ്ട്. ഈ ഓരോ റോഡ് ഷോയും വലിയ ആഘോഷമാക്കി ഒരു ആൾക്കൂട്ടമാക്കാനുള്ള ഉദ്ദേശമാണ് ഇവിടെ. പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് അദ്ദേഹം 16-ാം തീയതി എത്തുമ്പോൾ ലീഗിന്റെ ഒരു ശക്തി പ്രകടനമായിട്ട് തന്നെ ആയിരിക്കും ആ റോഡ് ഷോ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും വയനാട്ടെ അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി കാണും അല്ലേ അനുമോദ്? തീർച്ചയായും അദ്ദേഹത്തിന്റെ സന്ദർശനം 15-ാം തീയതി രാവിലെയാണ് ആരംഭിക്കുക. സുൽത്താൻ ബത്തേരിയും അതുപോലെ മാനന്തവാടിയും പടിഞ്ഞാറക്കരയിലും കൽപ്പറ്റയിലുമെല്ലാം അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ റോഡ് ഷോയുടെ അവസാനം അദ്ദേഹം വോട്ടർമാരോട് സംവദിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം 15-ാം തീയതി വൈകുന്നേരം കോഴിക്കോട് നടക്കുന്ന UDF-ന്റെ വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ UDF-ലെ എല്ലാ പ്രധാന നേതാക്കളുള്ള സമ്മേളനമാണ്. 16-ാം തീയതി അദ്ദേഹം കോഴിക്കോട് നിന്ന് നേരെ തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് എത്തുന്നു. അവിടെ കൊടിയത്തൂരിലാണ് ആദ്യത്തെ റോഡ് ഷോ ഉള്ളത്. അതിനുശേഷം മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള 2 അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിൽ അദ്ദേഹം റോഡ് ഷോയിൽ അങ്ങനെ 6 റോഡ് ഷോകളിലാണ് അദ്ദേഹം 16-ാം തീയതി പങ്കെടുക്കുന്നത്. എന്താണെങ്കിലും ഈ 2 ദിവസം അതാണ് രാഹുൽ ഗാന്ധി ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് ജനങ്ങളെ കാണുവാനും വോട്ടഭ്യർത്ഥിക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുവാനും ഈ 2 ദിവസമാണ് അദ്ദേഹം വിനിയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും ദേശീയ നേതാവാകുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമായിരിക്കാം അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് സ്വന്തം മണ്ഡലത്തിൽ ലഭിക്കുക. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന, അതൊന്നും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെ മറികടക്കുന്ന ഒരു നേട്ടം ഇത്തവണ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം UDF പങ്കുവെക്കുന്നുണ്ട്. എന്താണെങ്കിലും വലിയ വോട്ട് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. വളരെ നന്ദി ശ്രീ അനുമോദ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയതിന്.